ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് +2 ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സിൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഫ്രം ക്വസ്റ്റ്യൻസ് 1 to 12 ആൻസർ ഫോർ 16 സ്കോർസ്. 1 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ 16 സ്കോറിന് ഉത്തരമെഴുതുക. അപ്പോൾ 2.5 മണിക്കൂറാണ് നമ്മുടെ ടൈം. 80 മാർക്കിൻ്റെ ചോദ്യവും ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ലീഡർ ഹു പ്ലേഡ് എ മേജർ റോൾ ഇൻ ദി ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സുപ്രധാന പങ്കുവഹിച്ച നേതാവിനെ കണ്ടെത്തുക. ഓപ്ഷൻസ് ഉണ്ട്: നെഹ്റു, പോറ്റി ശ്രീരാമുലു, സർദാർ വല്ലഭായ് പട്ടേൽ, മഹാത്മാഗാന്ധി. ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് കൺട്രി ഇന്ത്യ അഡോപ്റ്റഡ് 5-year പ്ലാൻ. പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നാണ്? ഉത്തരം USSR. 3. ഹു വാസ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ, DP മിശ്ര, TN ശേഷൻ, PD ടണ്ടൻ. ആൻസർ സുകുമാർ സെൻ ആണ്. നാലാമത്തെ ചോദ്യം, മാച്ച് ദി ഫോളോവിങ് ആണ്. ചേരുംപടി ചേർക്കുക. ആയാറാം ഗയാറാം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? ഇലക്ഷൻ ഓഫ് 1977 1977 തെരഞ്ഞെടുപ്പ്, ഗ്രൂപ്പ് ഓഫ് കോൺഗ്രസ് ലീഡേഴ്സ് കോൺഗ്രസ് നേതാക്കളുടെ ഗ്രൂപ്പ്, ഡിഫെക്ഷൻ കൂറുമാറ്റം, കോയിലേഷൻസ് മുന്നണികൾ. നമുക്കറിയാം ആയാറാം ഗയാറാം എന്ന് പറയുന്നത് ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ടതാണ്, കൂറുമാറുക എന്നതുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് സേവ് ഡെമോക്രസി, ജനാധിപത്യത്തെ സംരക്ഷിക്കുക. ഏതാണ്? ഇലക്ഷൻ ഓഫ് 1977 അല്ലെ 1977 തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് SVD ഗവൺമെൻറ്റ്സ്, SVD സർക്കാരുകൾ. ഏതാണ്? കോalition മുന്നണികളാണ്. സിൻഡിക്കേറ്റ് കോൺഗ്രസ് നേതാക്കളുടെ ഗ്രൂപ്പ് ഓഫ് കോൺഗ്രസ് ലീഡേഴ്സാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 5. ദ ഐഡിയോളജി ഡെമോക്രാറ്റിക് സോഷ്യലിസം ഈസ് കണക്റ്റഡ് വിത്ത് വിച്ച് പാർട്ടി. ഏത് പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ് ജനാധിപത്യ സോഷ്യലിസം? ചോദ്യത്തിൽ തന്നെ ആൻസർ ഉണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടി. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹു ഡെലിവേർഡ് ദ ഫേമസ് ട്രയൽസ് വിത്ത് ഡെസ്റ്റിനി സ്പീച്ച്. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രശസ്തമായ പ്രസംഗം ആരുടേതാണ്? ഉത്തരം നെഹ്റുവിൻ്റേതാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് കണക്റ്റഡ് വിത്ത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? എന്തുമായി ബന്ധപ്പെട്ടതാണ്? ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ, അഥവാ വൈറ്റ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി പേഴ്സണാലിറ്റി ഹു വോൺ ദി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഓഫ് 1969. 1969 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാരാണ്? ആൻസർ VV ഗിരിയാണ്. ഇന്ദിരാഗാന്ധി നിർത്തിയ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ഓപ്പോസിറ്റായിട്ട് നിന്നത്. അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. 9ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ മൂവ്മെൻറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദി ഫോളോവിങ് ആക്ടിവിസ്റ്റ്. താഴെ പറയുന്ന ആക്ടിവിസ്റ്റുകളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം? 1ാമത്തെ കോളം നോക്കൂ. സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ ചിപ്കോ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. നെക്സ്റ്റ് മേധാ പട്കർ നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോവിങ്. നോൺ കോൺഗ്രസിസം കോൺഗ്രസ് ഇതരത്വം, ജയ് ജവാൻ ജയ് കിസാൻ, ഗരീബി ഹട്ടാവോ, സിൻഡിക്കേറ്റ്. അടുത്ത കോളത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി, കെ കാമരാജ്,
റാം മനോഹർ ലോഹിയ, ദെൻ ഇന്ദിരാഗാന്ധി. ഒന്ന് നോക്കിക്കേ, നോൺ കോൺഗ്രസിസം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റാം മനോഹർ ലോഹിയുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, ജയ് ജവാൻ ജയ് കിസാൻ ആരുമായി ബന്ധപ്പെട്ടതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തത് ഗരീബി ഹട്ടാവോ. ഗരീബി ഹട്ടാവോ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. സിൻഡിക്കേറ്റ് കെ കാമരാജ്. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ നോക്കാം. ദ കമ്മീഷൻ അപ്പോയിൻറ്റഡ് ഇൻ 1977 by Janata government to inquire into the excesses committed during emergency. അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ ജനതാ ഗവൺമെൻറ് 1977 നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഷാ കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ. ആൻസർ ഷാ കമ്മീഷൻ. 12th ക്വസ്റ്റ്യൻ നോക്കുക. മാച്ച് ദി ഫോളോവിങ്. നക്സലൈറ്റ് മൂവ്മെൻറ്റ്, നക്സലൈറ്റ് പ്രസ്ഥാനം, ദെൻ ടോട്ടൽ റവല്യൂഷൻ സമ്പൂർണ്ണ വിപ്ലവം, റെയിൽവേ സ്ട്രൈക്ക് റെയിൽവേ സമരം, സ്പ്ലിറ്റ് ഇൻ ജനതാ പാർട്ടി ജനതാ പാർട്ടിയിലെ പിളർപ്പ്. തൊട്ടടുത്ത കോളത്തിൽ ജോർജ് ഫെർണാണ്ടസ്, ചരൺ സിംഗ്, ചാരു മജുംദാർ, ജയപ്രകാശ് നാരായണൻ. നമുക്ക് ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. നക്സലൈറ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ചാരു മജുംദാറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തത് സമ്പൂർണ്ണ വിപ്ലവം ആരാണ്? ജയപ്രകാശ് നാരായണൻ. മൂന്നാമത്തത് റെയിൽവേ സമരം ജോർജ് ഫെർണാണ്ടസ്. നാലാമത്തത് സ്പ്ലിറ്റ് ഇൻ ജനതാ പാർട്ടി ചരൺ സിംഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാറ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നന്നായി നോക്കുക, നന്നായി പഠിക്കുക. ആൻസർ എനി 4 questions ഫ്രം 13 to 17. ഈച്ച് ക്യാരീസ് 3 scores. 13 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 13. റൈറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ജവഹർലാൽ നെഹ്റുസ് ഫോറിൻ പോളിസി. ജവഹർലാൽ നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എഴുതുക. അത് 4ാമത്തെ ചാപ്റ്ററിലാണുള്ളത്. ജവഹർലാൽ നെഹ്റു, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, വാസ് ദ ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ദി നോൺ അലൈൻമെൻറ്റ് പോളിസി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് ചേരി ചേരാ നയത്തിൻ്റെ ശില്പി. ദെൻ ഹി വാസ് ഓൾസോ ദ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ്. പ്രധാനമന്ത്രി പദത്തോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രിയുടെ പദവിയും അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ദസ് ബോത്ത് ആസ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ഫോറിൻ മിനിസ്റ്റർ he played a prominent role in shaping and implementing India's foreign policy between the period 1946 and 1964. 1946 മുതൽ 1964 വരെയുള്ള ഇന്ത്യയുടെ വിദേശ നയത്തെ രൂപീകരിക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുകയുണ്ടായി. നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ദ ഫോറിൻ പോളിസി ഓഫ് നെഹ്റു ഹാഡ് 3 objectives. നെഹ്റുവിൻ്റെ വിദേശ നയത്തിന് 3 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് ടു പ്രൊട്ടക്ട് ദി ഹാർഡ് ഏൺഡ് ഫ്രീഡം ആൻഡ് സോവർണിറ്റി. പൊരുതി നേടിയ സ്വാതന്ത്ര്യവും പരമാധികാരവും കാത്തു സൂക്ഷിക്കുക. രണ്ടാമത്തത് ടു പ്രൊട്ടക്ട് ദ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ദി കൺട്രി. രാജ്യത്തിൻ്റെ ഭൂപരമായ ഐക്യം സംരക്ഷിക്കുക. മൂന്നാമത്തത് ടു പ്രൊമോട്ട് റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികസനത്തെ പരിപോഷിപ്പിക്കുക. നെഹ്റു എക്സ്പെക്റ്റഡ് ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ് ത്രൂ ദി സ്ട്രാറ്റജി ഓഫ് നോൺ അലൈൻമെൻറ്റ്. ചേരി ചേരാ നയമെന്ന തന്ത്രത്തിലൂടെ ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് നെഹ്റു പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ US നയിക്കുന്ന ഒരു ശാക്തിക ചേരിയോട് ഇന്ത്യ സൗഹാർദ്ദ ബന്ധം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ഒത്തിരി നേതാക്കന്മാരും പാർട്ടികളും അന്ന് രാജ്യത്തുണ്ടായിരുന്നു.
നെഹ്റു ഇത്തരം വൈകാരിക നിലപാടുകളെ അവഗണിക്കുകയും ചെയ്തു. തികച്ചും സ്വതന്ത്രവും നിലവിൽ പ്രായോഗികമായിട്ടുള്ളൊരു വിദേശ നയം രൂപീകരിക്കുകയും ചെയ്തു. ഇത്രയുമാണ് ഇതിന് ആൻസർ എഴുതേണ്ടത്. 14. മെൻഷൻ ദി മേജർ ലെസൺസ് വി ലേൺ ഫ്രം ദി എമർജൻസി. അടിയന്തരാവസ്ഥയിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങൾ എന്തെല്ലാമാണ്? അത് 6ാമത്തെ ചാപ്റ്ററിലാണ് അതിൻ്റെ ആൻസർ കിടക്കുന്നത്. The emergency at once brought out both the weaknesses and the strengths of India's democracy. 1ാമത്തെ പോയിന്റ്, അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ദൗർബല്യവും ശക്തിയും തുറന്നു കാട്ടി. എന്തൊക്കെയായിരുന്നു ദൗർബല്യം എന്ന് പറയുന്നത്? ഒരു ഭരണഘടനാ വ്യവസ്ഥയിലൂടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടാം. എന്താണ് ശക്തിപ്പെട്ടത്? അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യം ഇല്ലാതായെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. നെക്സ്റ്റ്, നോർമൽ ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് റെസ്യൂംഡ് വിത്ത് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ദിസ് ഇൻസിഡൻറ്റ് പ്രൂവ്ഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു വിഡ്രോ ഡെമോക്രസി ഫ്രം ഇന്ത്യ. Internal emergency can be proclaimed only on the grounds of armed rebellion, and it is necessary that the advice to the President to proclaim emergency must be given writing by the Union Cabinet. അതായത് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഭരണഘടനാ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി. എന്തൊക്കെയാണ്? രാജ്യത്ത് സായുധ കലാപത്തിൻ്റെ ഭീഷണി ഉണ്ടാവുമ്പോൾ മാത്രമേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാടുള്ളൂ. 2ാമത്തെ പോയിന്റ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള ഉപദേശം മന്ത്രിസഭ പ്രസിഡന്റിന് എഴുതി കൊടുക്കണം. അടുത്ത പോയിന്റ് നോക്കൂ. After the emergency, the people become aware of the value of civil liberties. Many civil liberties organizations came up after this. അടിയന്തരാവസ്ഥ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. അപ്പോൾ ഈ പോയിൻറ്റ്സുകളാണ് എഴുതേണ്ടത്. 15th question. Find out the reason for the failure of ജനതാ ഗവൺമെൻറ്. ജനതാ ഗവൺമെൻറ്റിൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങൾ എഴുതുക. ജനതാ പാർട്ടി ലാക്ക് ഡയറക്ഷൻ, ലീഡർഷിപ്പ് ആൻഡ് എ കോമൺ പ്രോഗ്രാം. അടുത്ത പോയിന്റ്, ദ ജനതാ പാർട്ടി ഗവൺമെൻറ് could not bring about a fundamental change in policies from those pursued by the Congress. 3ാമത്തെ പോയിന്റ്, ദ ജനതാ പാർട്ടി കുഡ് നോട്ട് ഡെവലപ്പ് ഇൻഫ്ലുവൻസ് എമംഗ് ദ പീപ്പിൾ. അടുത്ത പോയിന്റ്, ദ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ദി ജനതാ ഗവൺമെൻറ് ആൻഡ് ദ പവർ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ ലീഡേഴ്സ് വെയർ ദ മെയിൻ റീസൺസ് ഫോർ ദ ഫെയിലിയർ ഓഫ് ദി ജനതാ പാർട്ടി. എന്തൊക്കെയാണ് ജനതാ പാർട്ടിയുടെ പരാജയത്തിനുള്ള കാരണങ്ങൾ? 1ാമത്തത്, പ്രധാനമന്ത്രി പദത്തിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു അവർക്കിടയിൽ. 2ാമത്തത്, അധികാര വടംവലികളും ആഭ്യന്തര ഭിന്നതയും. 3ാമത്തെ പോയിന്റ്, ശരിയായ ദിശാബോധമോ നേതൃത്വമോ അല്ലെങ്കിൽ പൊതുവായ പ്രവർത്തനങ്ങളോ ഒന്നും ആ ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് പോയിന്റ്, കോൺഗ്രസ് നടപ്പിലാക്കിയ നയങ്ങളിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്തുവാൻ പോലും ഗവൺമെൻറ്റിന് കഴിഞ്ഞിരുന്നില്ല. ഇതൊക്കെ കൊണ്ടാണ് ജനതാ ഗവൺമെൻറ് ഫെയിലിയർ ആവാനുള്ള കാരണം. ജനതാ ഗവൺമെൻറ്റുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചാപ്റ്റർ 6ലേതാണ് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16. ഡിസ്കസ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. ഇന്ത്യയുടെ ആണവ നയത്തെക്കുറിച്ച് വിശദീകരിക്കുക. ആണവ നയം ചാപ്റ്റർ 4ലാണ് ഉള്ളത്. വാട്ട് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി? 1ാമത്തത്, നോൺ അലൈൻമെൻറ്റ്, ചേരി ചേരാ നയം. 2ാമത്തത്, ഒപ്പോസിഷൻ ടു ഇമ്പീരിയലിസം ആൻഡ് കൊളോണിയലിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം, വംശീയവാദം, വർണ്ണവിവേചനം എന്നിവയോടുള്ള എതിർപ്പ്. 3ാമത്തത്, ഹേറ്റ്രഡ് ടുവേർഡ്സ് റേസിസം ആൻഡ് അപ്പാർത്തൈഡ്. 4ാമത്തത്, ഫോക്കസ് ഓൺ ദ നെസസിറ്റി ഓഫ് ഫോറിൻ എയ്ഡ്, അതായത് വിദേശ സഹായം കൈവരിക്കുന്നതിലുള്ള ഊന്നൽ.
നെക്സ്റ്റ്, ഫെയ്ത്ത് ഇൻ ദ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ലാസ്റ്റ് പോയിൻ്റ്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം. ക്വസ്റ്റ്യൻ നമ്പർ 17. വാട്ട് ആർ ദ മേജർ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? സ്വതന്ത്ര ഭാരതം നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാം? ഫസ്റ്റ് പോയിന്റ്, ടു ബിൽഡ് ദി നേഷൻ. സെക്കൻഡ് പോയിന്റ്, ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. തേർഡ് പോയിന്റ്, ടു എൻഷുവർ ദ വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നോക്കാം. The first and immediate challenge faced by independent India was the shaping of a unified nation. അതായത് ഒരു ഏകീകൃത രാഷ്ട്ര രൂപീകരണം. രണ്ടാമത്തെ പോയിൻ്റ്, ജനാധിപത്യം സ്ഥാപിക്കുക. മൂന്നാമത്തത്, സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തൽ. ഏകീകൃത രാഷ്ട്രത്തിന് എങ്ങനെ രൂപം നൽകാൻ സാധിക്കും? ഒന്നാമത്തെ പോയിൻ്റാണ്, വിഭജിച്ച് കിടക്കുന്ന ഇന്ത്യയെ നാനാത്വം കൊണ്ട് അല്ലെങ്കിൽ നാനാത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റ രാഷ്ട്രമാക്കിയെടുക്കുക എന്നതായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ഏകീകൃത രാഷ്ട്ര നിർമ്മാണം അത്ര എളുപ്പമായിരുന്നോ? അല്ല. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. രണ്ടാമത്തെ പോയിൻ്റ്, ജനാധിപത്യം സ്ഥാപിക്കൽ. ഇന്ത്യയെ ജനാധിപത്യ രാജ്യമാക്കുക എന്നത് രണ്ടാമത്തെ വെല്ലുവിളിയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പോലെയുള്ള ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ഒരുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം നമുക്ക് ജനസംഖ്യ കൂടുതലാണ്, അതുപോലെ തന്നെ വിശാലമായ രാജ്യമാണ്. ഇവിടെ ഒരു ജനാധിപത്യം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് വളരെ വലിയ വെല്ലുവിളിയായിരുന്നു. മൂന്നാമത്തത്, സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുക. അതാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് കൂടുതലും തൊഴിലില്ലായ്മയായിരുന്നു. അപ്പോൾ അതിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തണം. സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് ഒന്നേന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? എങ്ങനെയാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകാം? എങ്ങനെ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാം? എങ്ങനെ പട്ടിണി തുടച്ചു മാറ്റാം? ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ വരുന്ന ഗവൺമെൻറ് തയ്യാറാകണം. അതെല്ലാം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. ഇതെവിടെ തുടങ്ങും? ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് പാർട്ട് 2 ഇടാം. അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.